ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിരന്തരമായ വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRGC ഒഫീഷ്യൽസോ ഭരണാധികാരികളോ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചോർത്തി കൊടുക്കരുത്. അതായത് അവരാരും ഓഫീസിലില്ല, ബങ്കേഴ്സിൽ പോലും വിശ്വാസമില്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇടപഴകി കഴിയുകയാണ്. ഇതല്ലേ ഹ്യൂമൻ ഷീൽഡ് ഒരർത്ഥത്തിൽ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിൽ ഓരോ വീടുകളിൽ ചെന്ന് IRGC ഉദ്യോഗസ്ഥരും കമാൻഡോസും കയറി ഇരിക്കുകയാണ്. ആ വീട് തകർത്തെങ്കിൽ മാത്രം അപ്പോൾ സിവിലിയൻസിനെ കൊന്നു. ഇത് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാസയിൽ ഇത് തന്നെ സെയിം ടാക്ടിക്സ് ആണ്. In a segment of a program on Iran's state broadcaster presenter Mohammad Jafar Khosravi acknowledged that the officials are hiding in safe houses among ordinary citizens and urged the public not to reveal their locations. Officials എല്ലാം ഓരോരുത്തരുടെ വീടുകളിൽ പോയാണ് താമസിക്കാൻ സമ്മതിക്കുന്നത്. Warning that otherwise they would be finished and targeted. പേര് വെളിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വന്ന് ഒളിവിലിരുന്നിരുന്നല്ലോ അല്ലേ, തട്ടിൻ്റെ മേളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കഥയുണ്ടല്ലോ. അതേപോലെയാണ് നമ്മുടെ IRGC ഉദ്യോഗസ്ഥന്മാർ സിവിലിയൻസിനെ ഒന്ന് വിളിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ജനങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഓരോ ദിവസവും അന്ന് ജനുവരി മാസം 2026 ജനുവരി മാസം പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് പിടിച്ച് ജയിലിൽ സൂക്ഷിക്കുന്ന ആളുകളെ മോക്ക് ട്രയൽസൊക്കെ നടത്തി അവരെ ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം പല ദിവസങ്ങളിലും ആളുകളെ ഈ ക്രെയിനകത്ത് തൂക്കി കൊന്നുണ്ട്. ഈ പയ്യൻ്റെ കാര്യവും ഇതാണ്. ഉടനടി ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ അവനെ ഇത് ആളുകൾക്കൊരു സന്ദേശം കൊടുക്കാനാണ്. ഇപ്പോൾ പറയാം, നിങ്ങൾ പ്രൊട്ടസ്റ്റുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിമി കമ്പാറ്റൻ്റ് ആയിട്ടേ കരുതൂ, നിങ്ങളെ തീർത്ത് കളയും. ഞങ്ങളുടെ IRGC ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ വീടുകളിൽ വന്ന് താമസിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാരെ മൊത്തം തട്ടിക്കളയും. അതോടൊപ്പം തന്നെ അന്ന് 2026 ജനുവരിയിലെ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് നീയൊക്കെ കണ്ടോളൂ എന്ന് പറഞ്ഞ് 1-2 പേരെ എന്നും പിടിച്ചിരുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് ഈ പയ്യൻ്റെ കാര്യം. ഇറാൻ ജുഡീഷ്യറി സെഡ് ഓൺ തേഴ്സ്ഡേ ഇറ്റ് ഹാഡ് ക്യാരിഡ് ഔട്ട് ദ എക്സിക്യൂഷൻ ഓഫ് അമീർ ഹുസൈൻ ഹത്താമി. അപ്പോൾ ഇന്നലെ കൊന്നു. എ പ്രൊട്ടസ്റ്റ് ഡിറ്റൈനി കൺവിക്റ്റഡ് ഇൻ എ കേസ് ലിങ്ക്ഡ് ടു എ ഫയർ ഇൻ ബാസിജ് ബേസ് ഇൻ ടെഹ്റാൻ ഡ്യൂറിംഗ് ദ ജാനുവരി പ്രൊട്ടസ്റ്റ്. ബാസിജിൻ്റെ ഒരു ക്യാമ്പിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത്. ദ ജുഡീഷ്യറി സെഡ് Hatami had been arrested in connection with the fire at Kavesh Basti base in Damband Street. Damband. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഖത്തീഫ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ ഇറാഖിലുള്ള 70-75 വരുന്ന ഷിയ മിലിഷ്യയിലെ നമ്പർ 1 ആണ്. അപ്പം ലെബനനിൽ ഹിസ്ബുള്ള, ഇറാഖിൽ ഖത്തൈബ് ഹിസ്ബുള്ള. അപ്പോൾ രണ്ടിടത്തും ഹിസ്ബുള്ളയാണ്. ഇറാഖി ഹിസ്ബുള്ള, ലെബനീസ് ഹിസ്ബുള്ള. ഇതൊരു പുതിയ സാധനമാണ്, പുതിയ റിക്രൂട്ടറാണ്. 5000 മുതൽ 7000 പേര് വരെ അതിനകത്തുണ്ട്. ഇവർക്കുള്ള ആയുധങ്ങളും പരിശീലനവും മറ്റു സാധനവും പൈസയും എല്ലാം അയച്ചു കൊടുത്തിരുന്നത് IRGC. അങ്ങോട്ട് കയറിയാൽ മതില്ല, അയൽ രാജ്യമാണല്ലോ ഇറാഖ്. അപ്പോൾ അവരൊക്കെ ഇവരെ പുറത്ത് പോയിരിക്കണം കൺട്രോൾ. ഇനി അവരെല്ലാം ഇതിൻ്റെ ഈ പറഞ്ഞോണം അമ്മ പാമ്പ് മരിച്ചു കഴിഞ്ഞാൽ ബാക്കി പാമ്പും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആ അവസ്ഥയിലാണ് ഈ വരുന്ന ഷിയ മിലിഷ്യ മുഴുവൻ ഇറാഖിൽ. അവരിപ്പോൾ അമേരിക്കൻ ബേസുകളിലേക്ക് വളരെ കൂളായിട്ട് മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നോക്കൂ, ഇനി അടുത്ത ഇറാഖാണ് ഒരു വിഷയമായി വരാൻ പോകുന്നത്.